ഹലോ മൈ ചങ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇംഗ്ലീഷിലെ 2 റൂളുകളാണ്. രണ്ട് റൂളുകൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ പരീക്ഷകൾക്കും റിപ്പീറ്റായിട്ട് ചോദിക്കുന്നതും ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള 2 ഫാക്ട്സുകൾ ആണ്. അപ്പം ഒന്നാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് യു മൈൻഡ് എന്ന് പറഞ്ഞിരിക്കുന്ന അത് വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ടേം വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടതാണ് ING. ഇനി നമ്മൾ ചാടി കയറി വുഡ് യു എന്ന് പറഞ്ഞതിന് ശേഷമാണെങ്കിൽ ഡയറക്റ്റ് മൈൻഡ് എന്നുള്ളത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് മൈൻഡിൽ വിചാരിക്കുമല്ലോ. അപ്പോൾ അവിടെ ചാടി കയറി നമ്മൾ അബദ്ധം പറ്റരുത്. വെറുതെ വുഡ് യു എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ ബേസ് ഫോം മാത്രം ചേർത്തേച്ചാൽ മതി. വുഡ് യുവിനൂടെ എന്ത് മതി? ബേസ് ഫോം ഓഫ് ദ വെർബാണ്. വുഡ് യു മൈൻഡ് എന്ന് വന്നെങ്കിൽ മാത്രമേ അതിൻ്റെ കൂടെ ING ഫോം വരത്തുള്ളൂ. വുഡ് യു മൈൻഡ് സെൻഡിങ് എ ലെറ്റർ ടു മീ എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം, അതായത് ആ വുഡ് യു മൈൻഡിന് ശേഷം വരുന്ന വാക്കാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ING ഫോം വേണ്ടത്. ഇനി വുഡ് യു ആയിരുന്നെങ്കിൽ എന്തു മതിയായിരുന്നു? സെൻഡ് എന്ന് മാത്രം മതിയായിരുന്നു. മനസ്സിലായോ? വുഡ് യു മൈൻഡ് സെൻഡിങ് എ ലെറ്റർ ടു മീ, അതേസമയം വുഡ് യു ആയിരുന്നെങ്കിൽ സെൻഡ് എ ലെറ്റർ ടു മീ എന്ന് മാത്രം മതി. അടുത്തത് ഇറ്റ് ഈസ് ടൈം അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം. രണ്ടും ചിലപ്പോൾ ഇറ്റ് ഈസ് എബൌട്ട് എന്നും പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം. അപ്പം അതിനോടൊപ്പം നമ്മൾക്ക് 2 രീതിയിലുള്ള കോൺസെപ്റ്റുകൾ പരീക്ഷയ്ക്കകത്ത് വരുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു രീതി മാത്രമേ പഠിക്കാറുള്ളൂ. അപ്പം അത് വെച്ചിട്ട് അങ്ങോട്ട് തട്ടുകയാണെങ്കിൽ നമുക്ക് മൈനസ് മാർക്കിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം 2 രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു വെക്കണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പം ഇറ്റ് ഈസ് ടൈമും ഇറ്റ് ഈസ് ഹൈ ടൈമും യൂസ് ചെയ്യുമ്പം നോർമലി എല്ലാവരും പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും? ഇതിനോടൊപ്പം അങ്ങ് എന്ത് ചേർത്താൽ മതി എന്നിട്ടാണ്, പാസ്റ്റ് ടെൻസ് ഒന്ന് ചേർത്താൽ മതി. പക്ഷെ അങ്ങനെയല്ല കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം എപ്പോഴാണ് പാസ്റ്റ് ടെൻസ് ചേർക്കേണ്ടി വരുന്നത് എന്നുള്ള കണ്ടീഷനുണ്ട്. അപ്പം അതിനോടൊപ്പം ടു ആണ് വരുന്നതെങ്കിൽ ഇതിനോടൊപ്പം ഒരു ടു ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ബേസ് ഫോം ഓഫ് ദ വെർബ് മാത്രമേ നമ്മൾ ചേർക്കാവൂ. ഒരു കാരണവശാലും എന്ത് ചേർക്കരുത്? അതിൻ്റെ V2 ഫോം ചേർക്കരുത്. അപ്പം അതേസമയം ഇറ്റ് ഈസ് ടൈം ഓർ ഇറ്റ് ഈസ് ഹൈ ടൈമിൻ്റെ കൂടെ ഒരു പ്രൊനൗണോ ഒരു സബ്ജക്റ്റോ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ പാസ്റ്റ് ടെൻസിലോട്ടുള്ള സംഭവം നമ്മൾ ചേർക്കാവൂ. മനസ്സിലാവുന്നോ പറഞ്ഞ കാര്യം? എപ്പോഴാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റോ ഒരു പ്രൊനൗണോ, ഇറ്റ് ഈസ് ഹൈ ടൈം, വി, ഐ, പിന്നെ ഹി, ഷീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ചോദ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ മാത്രമേ V2 ഫോം ഓഫ് ദ വെർബ് നമ്മൾ ചേർക്കാവൂ. അപ്പോൾ വുഡ് യു മൈൻഡിൻ്റെ കൂടെ നമ്മൾ ING ഫോം ചേർക്കണം. വുഡ് യുവിൻ്റെ കൂടെ എന്ത് ചേർത്താൽ മതി? സാധാ ബേസ് ഫോം ഓഫ് ദ വെർബ് മാത്രം ചേർത്താൽ മതി. ഇറ്റ് ഈസ് ഹൈ ടൈം ആയാലും ഇറ്റ് ഈസ് ടൈം ആയാലും ഇറ്റ് ഈസ് എബൌട്ട് ടൈം ആയാലും എല്ലാം എന്താണ്? ടു ഉണ്ട് എങ്കിൽ. അപ്പം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ടു ഒന്നും പരസ്പരം ഒന്നും കാണാറില്ല. പരീക്ഷാ ഹോളിൽ ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കുന്ന സമയത്ത് ടു ഉണ്ടെങ്കിൽ നമ്മൾ ബേസ് ഫോം ഓഫ് ദ വെർബ് മാത്രമേ ചേർക്കാവൂ. ഇതിനെ ഇവിടെ കണക്ട് ചെയ്യുന്ന സംഭവം ഒരു പ്രൊനൗൺ ആണ്. ടു ഇല്ല, അതായത് ഇറ്റ് ഈസ് ഹൈ ടൈമിൻ്റെ കൂടെ നമ്മൾക്ക് ചേർത്തിരിക്കുന്ന ഒരു സബ്ജക്റ്റ് രീതിയിലുള്ള സംഭവമാണെങ്കിൽ മാത്രമേ നമ്മൾ V2 ഫോം ചേർക്കാവൂ. ഇറ്റ് ഈസ് ഹൈ ടൈം വി റീച്ച് ദ എയർപോർട്ട്. ഇറ്റ് ഈസ് ഹൈ ടൈം ടു എന്നിട്ടാണ് നമ്മൾക്ക് പരീക്ഷയ്ക്ക് തന്നതെങ്കിൽ എന്തു മതി? ടു റീച്ച് ദ എയർപോർട്ട്. നമ്മൾ എന്തു മാത്രമേ നോക്കാറുള്ളൂ? ഇറ്റ് ഈസ് ഹൈ ടൈം ആണെങ്കിൽ പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബ് എന്നിട്ടാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടു വന്നു കഴിഞ്ഞാൽ റീച്ച് മാത്രമേ നമ്മൾ എഴുതാവൂ. 2 കണ്ടീഷൻസ് ഉണ്ട് എന്നിട്ടുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. മനസ്സിലായോ പറഞ്ഞ കാര്യം? നമ്മൾ നോർമലി ഏത് മാത്രമേ ചിന്തിക്കാറുള്ളൂ? ഇറ്റ് ഈസ് ഹൈ ടൈം ഉണ്ടെങ്കിൽ ഒന്ന് പാസ്റ്റ് ടെൻസ് കാച്ചിയേക്കാം. പക്ഷെ ഇവിടെ ടു ആണെങ്കിൽ നമ്മൾ എന്തേ ചേർക്കാവൂ? റീച്ച് മാത്രമേ ചേർക്കാവൂ. അതേസമയം ഇവിടെ പ്രൊനൗണോ നമ്മൾക്ക് ഈ സബ്ജക്റ്റ് പോലത്തെ സംഭവമാണെങ്കിൽ നമ്മൾ എന്തേ ചേർക്കാവൂ? റീച്ച്ഡ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് മാത്രമേ ചേർക്കാവൂ. ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. വുഡ് യു മൈൻഡിൻ്റെ കൂടെ ING ഫോം ചേർക്കണം. അതേസമയം വുഡ് യു ആണെങ്കിൽ ബേസ് ഫോം ഓഫ് ദ വെർബ് മാത്രമേ ചേർക്കാവൂ. ഇനി ഇറ്റ് ഈസ് ടൈമും ഇറ്റ് ഈസ് ഹൈ ടൈമോ ഇറ്റ് ഈസ് എബൌട്ട് ടൈമോ ഒക്കെ ആണ് എങ്കിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് ചേർന്ന് ടൈമിനോട് ചേർന്ന് ടു ആണ് എങ്കിൽ ബേസ് വെർബ് മാത്രമേ ചേർക്കാവൂ. മനസ്സിലായി? ബേസ് വെർബ്. അതേസമയം നമ്മൾക്ക് പ്രൊനൗൺ ആണ് എങ്കിൽ വിയോ, ഷിയോ, ഹിയോ, ഇറ്റോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് പ്രൊനൗൺ എന്ന് പറഞ്ഞിരിക്കുന്നത്, സർവനാമം. അപ്പോൾ ആ സർവനാമം ആണ് എങ്കിൽ നമ്മൾക്ക് എന്ത് ആണ് ചേർക്കേണ്ടത്? V2 ഫോം ഓഫ് ദ വെർബാണ് ചേർക്കേണ്ടത്. ഇനി നമ്മൾക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. വുഡ് യു മൈൻഡ് ഡാഷ് ദ ഡോക്ടർ. കോൾ ആണ് നമ്മൾക്ക് തന്നിരിക്കുന്ന വെർബ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കറക്റ്റ് എന്തു വേണം? കോളിംഗ്. വുഡ് യു മൈൻഡിന് ശേഷം കോളിംഗ് വേണം. വുഡ് യു മൈൻഡ് ഡാഷ് മീ സിറ്റ് ഡൗൺ. ലെറ്റ് ആണ് തന്നിരിക്കുന്നത്. എന്തു വേണം? ലെറ്റിംഗ് എന്ന് വേണം. അടുത്തത് വുഡ് യു മൈൻഡ് ഡാഷ് മീ എ കപ്പ് ഓഫ് കോഫി. മേക്ക് ആണ് തന്നിരിക്കുന്നത്. എന്ത് വേണം?
മേക്കിംഗ് എ കപ്പ് ഓഫ് ടീ ആണ്. വുഡ് യു മൈൻഡ് ഡാഷ് സീറ്റ് വിത്ത് മീ ചേഞ്ച് ആണ്, ചേഞ്ചിങ്. അപ്പം നോക്കിക്കേ, കോൾ ആണെങ്കിൽ കോളിങ്, ലെറ്റ് ആണെങ്കിൽ ലെറ്റിംഗ്, മേക്ക് ആണെങ്കിൽ മേക്കിംഗ്, ചേഞ്ച് ആണെങ്കിൽ ചേഞ്ചിങ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഹൈ ടൈം വി ഡാഷ് ഡു സംതിങ് അബൌട്ട് ഇറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, പാസ്റ്റ് ടെൻസ് ഒക്കെ ഡയറക്റ്റ് ചേർത്താൽ മതി. അവിടെ പ്രൊനൗൺ ആയിട്ട് വി ആണ് വന്നിരിക്കുന്നത്, ഡിഡ് എന്നുള്ളത് നമ്മൾ ചേർത്തു. ഇറ്റ് ഈസ് ടൈം യു ഡാഷ് ഗോ ഹോം ഇറ്റ് ഈസ് വെരി ലേറ്റ്. അപ്പോൾ ഗോയ്ക്ക് പകരം എന്ത് ചേർക്കണം, യു ആണ് അവിടെ വന്നിരിക്കുന്നത്, വെൻഡ് എന്ന് ചേർക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈക്കുകളും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ശരി, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ബൈ, താങ്ക് യു.